മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് നമ്മൾ കൽപ്പശാസ്ത്രം എന്ന അതിബൃഹത്തായ വേദാംഗത്തെക്കുറിച്ചാണ് ഉപരിപ്ലവമായിട്ടാണെങ്കിലും അറിയാൻ ശ്രമിക്കുന്നത്. വൈദിക സാഹിത്യങ്ങൾ എന്ന് പറയുന്ന വേദം, അതിൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, അവയുടെ വിവിധ ശാഖകൾ, വേദങ്ങൾ കഴിഞ്ഞ് ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ, ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ കഴിഞ്ഞ് ആരണ്യകങ്ങൾ, ആരണ്യകങ്ങൾ കഴിഞ്ഞ് അനവധി ഉപനിഷത്തുക്കൾ, ഇത്രയും ചേർത്താൽ വൈദിക സാഹിത്യങ്ങളുടെ അടിത്തറ ഗ്രന്ഥങ്ങളായി. ഇവ ഒന്ന് മറിച്ചു നോക്കാൻ അനവധി വർഷം വേണ്ടി വരും. വേദങ്ങൾ അഥവാ വൈദിക ഗ്രന്ഥങ്ങൾ കഴിഞ്ഞ് വരുന്ന വേദാംഗങ്ങളാണ്. ഈ വേദാംഗങ്ങളിലെ ശിക്ഷാഗ്രന്ഥങ്ങൾ 18 പുസ്തകം, വേദം എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് വിവരിക്കുന്നു. നിരുക്ത ഗ്രന്ഥങ്ങൾ 18 പുസ്തകങ്ങളുള്ളത് വേദത്തിലെ പദങ്ങൾ, വരികൾ എങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് വിവരിക്കുന്നു. വ്യാകരണ ഗ്രന്ഥങ്ങൾ വേദങ്ങളിലുള്ള ഓരോ പദപ്രയോഗത്തിൻ്റെയും ഗ്രാമർ വിവരിക്കുന്നു. ഛന്ദശാസ്ത്രം വൈദിക മന്ത്രങ്ങളുടെ വൃത്ത നിയമങ്ങൾ അതിഗഹനമായിട്ട് വിവരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിരന്തരം കേട്ട്, മലയാളത്തിലും ഇംഗ്ലീഷിലും കേട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉപരിപ്ലവമായിട്ട് പഠിക്കാനുള്ളത് കൽപ്പശാസ്ത്രമാണ്. എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഉപരിപ്ലവമായിട്ടെന്ന് പറയുന്നത്? വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അതിബൃഹത്തായ ഗ്രന്ഥങ്ങളാണ് ഇതെല്ലാം. നിങ്ങളതൊന്ന് മറിച്ചു നോക്കിയാൽ അറിയാൻ സാധിക്കും. ഇൻട്രൊഡക്ഷൻ പോലും വായിച്ചാൽ മനസ്സിലാവില്ല. ഇനി വിഷയം നല്ല പരിചയമുള്ളവരാണെങ്കിൽ പോലും അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും എത്ര വ്യക്തികളോട് ചോദിച്ചാലാണ് ഓരോ വാക്കിൻ്റെയും പ്രയോഗത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളത് അപ്പം മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് പറയുന്നത് ഉപരിപ്ലവമായിട്ടാണ് ഞാൻ വിവരിക്കുന്നതെന്ന്. ഈ 15 മിനിറ്റ് കൊണ്ട് കേൾക്കുന്നതോടുകൂടി ആ വിഷയം മനസ്സിലായി എന്ന് ധരിക്കരുത്. അത് വെറും ഒരു ചൂണ്ടുപലക മാത്രമാണ്. ഡയറക്ഷൻ എന്താണെന്ന് കാണിക്കുന്ന ഒരു ചൂണ്ടുപലക മാത്രമാണ്. കൽപ്പശാസ്ത്രം അതിബൃഹത്താണ് എന്ന് പറയാൻ കാരണം അനവധി കൽപ്പശാസ്ത്രങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കൽപ്പശാസ്ത്രം ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ബൗദ്ധായന കൽപ്പശാസ്ത്രം. വളരെ വലിയതാണ്. 20,000-22,000 പേജുകളുണ്ട്. പിന്നെ കാത്യായന കൽപ്പശാസ്ത്രമുണ്ട്. ബൗദ്ധായന കൽപ്പശാസ്ത്രം, കാത്യായന കൽപ്പശാസ്ത്രം, ആപസ്തംഭ കൽപ്പശാസ്ത്രം, മാനവ കൽപ്പശാസ്ത്രം. ഈ കൽപ്പശാസ്ത്രം ബൗദ്ധായനം ഏറ്റവും പഴയതാണ്. ആപസ്തംഭം അതിന് ശേഷം രചിക്കപ്പെട്ടതാണ്. കാത്യായനം പിന്നീട് രചിക്കപ്പെട്ടതാണ്. മാനവ കൽപ്പശാസ്ത്രം എന്നാണ് രചിച്ചതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. സംസ്കൃത ഭാഷാപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ബൗദ്ധായനത്തിനും കാത്യായനത്തിനും ഇടയ്ക്ക് വരാനാണ് സാധ്യത. ഇതൊരു സാധ്യത എന്നേ പറയുന്നുള്ളൂ. ഗവേഷണങ്ങൾ ആരും നടത്തിയിട്ടില്ല, പഠിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ബൗദ്ധായനം ഏറ്റവും പഴയതാണെന്ന് പറയാൻ കാരണം സംസ്കൃത ശൈലി വേദത്തിൻ്റെ ശൈലിയാണ്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. മറ്റുള്ള ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. ഈ കൽപ്പശാസ്ത്രം എന്ന വാക്ക് അതിനകത്ത് 5 ശാഖകൾ പെടുന്നുണ്ട്. കൽപ്പശാസ്ത്രത്തിനകത്ത് വരുന്നതാണ് ശ്രൗതസൂത്രം അഥവാ ശ്രൗതശാസ്ത്രം. ശ്രൗതസൂത്രം, ശ്രൗതശാസ്ത്രം യാഗകർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് വിവരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നു ധർമ്മശാസ്ത്രം. ഒരു രാജ്യം എങ്ങനെ ഭരിക്കണം, ഒരു രാജ്യത്തിലെ പൗരൻ, രാജാവ്, മന്ത്രി ഇവരെല്ലാവരും എങ്ങനെ ജീവിക്കണം, ശിക്ഷാ നിയമങ്ങളെല്ലാം. ഒരു രാജ്യത്തിൻ്റെ പീനൽ കോഡാണ് ധർമ്മശാസ്ത്രം. അത് കൽപ്പശാസ്ത്രത്തിനകത്ത് വരുന്നതാ. ശ്രൗതശാസ്ത്രവും കൽപ്പശാസ്ത്രത്തിനകത്ത് വരുന്നതാ. അത് കഴിഞ്ഞ് ഗൃഹ്യസൂത്രം വരും. ഗൃഹ്യസൂത്രം എന്നും പറയും, ഗൃഹ്യശാസ്ത്രം എന്നും പറയും. രണ്ടായാലും ശരിയാണ്. ഗൃഹ്യശാസ്ത്രം എന്ന് പറയുന്നത്
ഓരോ ഗൃഹസ്ഥനും ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അടിമുടി മരണം വരെ വിവരിക്കുന്നുണ്ട്. ജനനം മുതൽക്ക് മരണം വരെ ഓരോ വ്യക്തിയും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ഗൃഹ്യശാസ്ത്രത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പൊ കൽപ്പശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് 5 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരെണ്ണം ശ്രൗതശാസ്ത്രം, യാഗകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം ധർമ്മശാസ്ത്രം അഥവാ ധർമ്മസൂത്രം, അതൊരു ഭരണത്തെക്കുറിച്ച് വിവരിക്കുന്നത്. മൂന്നാമത്തെ ഗൃഹ്യസൂത്രം അഥവാ ഗൃഹ്യശാസ്ത്രം, ഓരോ വ്യക്തിയും എങ്ങനെ ജീവിക്കണം എന്നുള്ളത് വിവരിക്കുന്നത്. പിന്നെ പിതൃമേധസൂത്രം എന്ന് പറയും, അന്ത്യകർമ്മങ്ങൾ, മരിക്കുന്നതിന് തൊട്ട് മുമ്പ്, മരിക്കുന്ന സമയത്ത്, മരണത്തിന് ശേഷം, പിന്നെ മരണത്തിന് ശേഷം പിതൃകർമ്മങ്ങൾ നമ്മൾ നടത്താറുണ്ട്. മരണാനന്തര കർമ്മങ്ങൾ 1 വർഷം 2 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന മുഴുവനും പിതൃമേധസൂത്രത്തിൽ വിവരിക്കുന്നുണ്ട്. ഇതുകൂടാതെ അതിനകത്ത് ശുൽഭസൂത്രമുണ്ട്. ശുൽഭസൂത്രം എന്ന് പറയുന്നതിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വൈദികമായിട്ടുള്ള ഗണിതശാസ്ത്രം എല്ലാം വരുന്നത്. പൈതഗോറസ് തിയറം വരുന്നത് ഈ ശുൽഭസൂത്രത്തിലാണ്. ദീർഘചതുരസ്രസ്യ ക്ഷണയാരജ്യുഹു പാർശ്വമാനി തിര്യന്മാനി ച യത് പൃഥക് ഭൂതേ കുരുതസ്തത് വയം കരോതി. ഇതാണ് പൈതഗോറസ് തിയറം. ഇത് ബൗദ്ധായന ശുൽഭസൂത്രത്തിൽ വരുന്നതാണ്. ബൗദ്ധായന കൽപ്പശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ബൗദ്ധായന ശുൽഭസൂത്രത്തിൽ വരുന്നതാണ് പൈതഗോറസ് തിയറവും ദീർഘചതുരസ്ര ക്ഷണയാരജ്യുഹു എന്നൊക്കെ പറഞ്ഞു വരുന്ന ധാരാളം വരുന്നുണ്ട്. അപ്പൊ ഇത് ശുൽഭസൂത്രം എന്ന വാക്കിന്റെ, ശുൽഭം എന്ന വാക്കിന്റെ അർത്ഥം ചരടെന്നാണ്. ശുൽഭം എന്നും പറയും. യാഗശാല നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പ്യുവർ ജോമെട്രിയാണ് അതിൽ വിവരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒന്ന് നോക്കുക. 5 ഭാഗങ്ങൾ ഞാൻ പറഞ്ഞത് ശ്രൗതസൂത്രം, ധർമ്മസൂത്രം, ഗൃഹ്യസൂത്രം, അതുപോലെ പിതൃമേധസൂത്രം പ്ലസ് ശുൽഭസൂത്രം. ഈ സൂത്രം എന്ന വാക്കിന് പകരം ശാസ്ത്രം എന്നും ഉപയോഗിക്കാം. ശ്രൗതശാസ്ത്രം, ധർമ്മശാസ്ത്രം, ഗൃഹ്യശാസ്ത്രം, പിതൃമേധശാസ്ത്രം പ്ലസ് ശുൽഭശാസ്ത്രം. ശാസ്ത്രം എന്ന വാക്കിന്റെ അർത്ഥം വാട്ട് എവർ ഈസ് ഡയറക്റ്റിംഗ് യു, വാട്ട് എവർ ഈസ് ഇൻസ്ട്രക്റ്റിംഗ് യു. എന്താണോ നിങ്ങൾക്ക് ശാസ്ത്രം ചെയ്യാനായിട്ട് തരുന്നത് അത് ശാസ്ത്രം. ശാസ്ത്രം എന്ന വാക്കിന്റെ അർത്ഥം സയൻസ് എന്നല്ല. സയൻസ് എന്നുള്ളതിന് ഭാരതത്തിൽ വിജ്ഞാനം എന്നാ പറയാ. വിശേഷേണ യത് ജ്ഞാനം വർത്തതെ. വിശേഷ രൂപത്തിലുള്ള എക്സ്പെരിമെന്റബിൾ ആയിട്ടുള്ള നോളജിനെയാണ് വിജ്ഞാനം എന്ന് പറയാ. അപ്പൊ കൽപ്പശാസ്ത്രം ഒരു വേദാംഗമാണ്. 6 വേദാംഗങ്ങളുള്ളതിൽ ഒരെണ്ണം കൽപ്പശാസ്ത്രം. ആ കൽപ്പശാസ്ത്രം അതിബൃഹത്തായ പുസ്തകങ്ങളാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു. 20,000 25,000 പേജുകളുണ്ട്. പ്രിന്റഡ് പേജുകൾ ഇന്ന് നമ്മൾ ഇന്നത്തെ സംവിധാനം ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ 10,000-20,000 പേജ് വരും. അതുകൊണ്ട് അതിനെ വേറെ വേറെ ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ആ ഭാഗങ്ങളാണ് ഇപ്പൊ ഞാൻ 5 എണ്ണം പറഞ്ഞത്. ശ്രൗതസൂത്രം, ധർമ്മസൂത്രം, ഗൃഹ്യസൂത്രം, പിതൃമേധസൂത്രം, ശുൽഭസൂത്രം. ഈ 5 എണ്ണത്തോടുകൂടി അവസാനിക്കണില്ല. ചിലപ്പോ അതിനകത്ത് ഒരു പ്രായശ്ചിത്തം വിധികൾ വരുന്നുണ്ടാവും. ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അതിന് പ്രായശ്ചിത്തമായിട്ട് ചില ഗ്രന്ഥങ്ങളിൽ പ്രായശ്ചിത്ത വിധികൾ ഉണ്ടാവും. അതും ഇതിൻ്റെ ഭാഗത്ത് വരുന്നതാണ്. അപ്പം അങ്ങനെ ചിലപ്പോൾ വേറെ ചെറിയ 1-2 അധ്യായങ്ങൾ കൂടി അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ടാവും. ഏതായാലും നമ്മളെ പോലെയുള്ളവർ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്രയാണ്. വേദാംഗങ്ങളിൽ 5ാമത്തെ വേദാംഗമായിട്ടുള്ള കൽപ്പശാസ്ത്രം. ഇനി 5ാമത്തേന്ന് തന്നെ പഠിക്കണം എന്നൊന്നുമില്ല. 6ാമത്തെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓർഡർ ഒന്നുമില്ല പ്രത്യേകിച്ച്. ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷം എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ പറഞ്ഞ ഓർഡറാണ്. ഇനി നിരുക്തം, വ്യാകരണം, ശിക്ഷ, ജ്യോതിഷം, കൽപ്പശാസ്ത്രം എന്ന് തിരിച്ചു പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ABCD എന്ന് പറയുന്നത് തിരിച്ചു പറയരുത്. എന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് A കഴിഞ്ഞിട്ട് K ഉപയോഗിക്കാം, K കഴിഞ്ഞിട്ട് C ഉപയോഗിക്കാം, എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. അതുപോലെയാണ് താല്പര്യമുള്ള വിഷയങ്ങൾ പഠിക്കണം എന്നുള്ളത്, കൃഷിശാസ്ത്രം പഠിക്കണം എന്നുള്ളവർക്ക് അത് മാത്രമായിട്ട് എടുക്കാം. ഓർഡർ നോക്കേണ്ട ആവശ്യമില്ല. ഈ 4 അതിഗഹനമായിട്ടുള്ള അതിപുരാതനമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ കൂടാതെ അതാത് വിഷയങ്ങളിൽ വ്യത്യസ്ത ഋഷിവൈദ്യന്മാർ കുറേ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ശ്രൗതസൂത്രത്തിൽ തന്നെ 10-29 പുസ്തകങ്ങൾ വേറെയുണ്ട്. ഗൃഹ്യസൂത്രത്തിൽ 10-100 എണ്ണം ഉണ്ട്. ധാരാളം ഋഷിവൈദ്യന്മാർ ഗൃഹ്യശാസ്ത്രത്തെക്കുറിച്ച് മാത്രം എഴുതിയിട്ടുണ്ട്.
അത് കൽപ്പശാസ്ത്രത്തിലെ ഉള്ളതുപോലെയുള്ള വിഷയങ്ങളാണ്. നമ്മൾ എന്താ ചെയ്യാന്നറിയാമോ? ഒരൊറ്റ പുസ്തകം എഴുതിയിട്ട് അതിലെല്ലാം ഉണ്ട്, വേറെ പുസ്തകങ്ങളൊന്നും നിങ്ങൾ വായിക്കരുതെന്ന് ഭാരതീയർ പറയാറില്ല. നിങ്ങൾക്ക് മാറ്റം വരുത്തണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഗൃഹ്യസൂത്രത്തിലെ ഒരു ഗൃഹസ്ഥൻ കേരളത്തിലുള്ള ഒരു വ്യക്തി ആചരിക്കുന്ന മാതിരി ആസാമിലുള്ള വ്യക്തി ആചരിക്കണം എന്ന് പറയാൻ സാധിക്കില്ല. അതേപോലെ ധർമ്മശാസ്ത്രം കേരളത്തിൽ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ധർമ്മശാസ്ത്ര പ്രകാരം ഒരു രാഷ്ട്രത്തിൽ ഒരു ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ നടത്തണമെങ്കിൽ കേരളത്തിൽ മുങ്ങി കുളിച്ചിട്ട് വേണം അമ്പലത്തിലെ പൂജ നടത്താൻ. അതേ പൂജാരി തന്നെ കാശ്മീരിൽ പോയിട്ട് അവിടുത്തെ ഒരു അമ്പലത്തിൽ പൂജ നടത്താൻ മുങ്ങി കുളിച്ചാൽ അത് അവസാനത്തെ മുങ്ങലായിരിക്കും, പിന്നെ അയാൾ മുങ്ങില്ല. അപ്പൊ എല്ലാവർക്കും നിയമങ്ങൾ ഒരേപോലെ ബാധകമാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ അനവധി അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് പുതിയ പുതിയ ഗ്രന്ഥങ്ങൾ നിരന്തരം എഴുതിക്കൊണ്ടിരുന്നു ഭാരതത്തില്. അതായത് ഒരു കാലഘട്ടത്തിൽ എഴുതിയ ഗ്രന്ഥം എല്ലാ കാലഘട്ടത്തിലേക്കും ആപ്ലിക്കബിൾ ആവണമെന്നില്ല. ഒരു വ്യക്തി അയാളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിലനിർത്തിയിട്ട് എഴുതിയ ഗ്രന്ഥം എല്ലാ പ്രദേശത്തിലുമുള്ളവർക്ക് ബാധകമാവണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ നിരന്തരം വേണം. അപ്പൊ അമേരിക്കയിലെ നിയമങ്ങളെല്ലാം ഇന്ത്യയിൽ ആപ്ലിക്കബിൾ ആവണമെന്നില്ല. ഇന്ത്യയിലേക്ക് അത് മുഴുവനും പറിച്ചു നട്ടാൽ പോലും ഇന്ത്യയിലെ കൾച്ചറും ബാക്കിയുള്ളതുമായിട്ട് അത് യോജിക്കണമെന്നില്ല. അതുകൊണ്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാ പറയുക നമ്മള്, വിവിധതാമയും ഏകത. അപ്പൊ അനവധി കൽപ്പശാസ്ത്രങ്ങൾ ഉണ്ടെങ്കിലും അവയുടെ എല്ലാം തീം ഏതാണ്ട് ഒരേപോലെ വരും. തീം ഒരുപോലെ വരുന്ന പറഞ്ഞാൽ ഇപ്പൊ ഉപനയനത്തിനുള്ള ആചാരമുണ്ട്, വിവാഹത്തിനുള്ള ആചാരമുണ്ട്, ഗൃഹപ്രവേശനത്തിനുള്ള ആചാരമുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് അതിനുള്ളത്. അതിപ്പോ എല്ലാ മതത്തിലും ഉണ്ട് അങ്ങനെ. ഇപ്പോ ക്രിസ്തു മതത്തില് നമ്മൾ നോക്കുകയാണെങ്കിൽ പെന്തക്കോസ്തുകാരുടെ ആചാരങ്ങളിൽ ഒരെണ്ണം പോലും ജാക്കോബൈറ്റിന്റെ ഉണ്ടാവില്ല. ജാക്കോബൈറ്റിന്റെ ആചാരങ്ങളൊന്നും ലാറ്റിൻ കത്തോലിക്കന്റെ ഉണ്ടാവില്ല. ഇവരുടെ ആചാരങ്ങൾ ഒന്നും തന്നെ പ്രൊട്ടസ്റ്റന്റുകാർ എടുത്തിട്ടുണ്ടാവില്ല. ഇങ്ങനെ ധാരാളം ഉണ്ട്. മാർത്തോമാക്കാരുടെ ആചാരം വേറെ, ഓർത്തഡോക്സിന്റെ ആചാരം വേറെ, ഇങ്ങനെയെല്ലാം ഉണ്ട്. ഒരേ കുരിശ, ഒരേ ബൈബിള്, ഒരേ യേശുക്രിസ്തു, ഒരേ യെരൂശലേം, എല്ലാം ഒന്ന് തന്നെയാണ്. ഒരു വ്യത്യാസം, ഒരേ യഹോവ, എന്നിട്ട് പോലും ഇതെല്ലാം വ്യത്യാസമുണ്ട്. നമുക്ക് അങ്ങനെയല്ല. നമ്മുടെ ഋഷിവര്യന്മാര് മാറ്റാണ്ട്, എഴുതിയ കാലഘട്ടത്തിൽ മാറ്റാണ്ട്, എഴുതിയ ദേശത്തിന് മാറ്റാണ്ട്, ചേർത്തിരിക്കുന്ന വിഷയങ്ങൾക്ക് മാറ്റാണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിക്കുന്ന സിറ്റുവേഷൻ അല്ലല്ലോ ഇന്ന് ജീവിക്കുന്ന സിറ്റുവേഷൻ. അപ്പൊ 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ അതേപോലെ ഇപ്പൊ ജീവിക്കണം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ലല്ലോ. അതുകൊണ്ടാണ് ഈ അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും വരുത്തിയിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഈ ചാന്തോക്യോപനിഷത്തില് പറയാറുണ്ട്, ബ്രഹ്മോവാ ബ്രഹ്മജോവാ കോവാ യോവാ സത്യം സത്യമിത്യേവ സത്യം. ബ്രഹ്മാവ് പറഞ്ഞാലും ബ്രഹ്മാവിനെ സൃഷ്ടിച്ച ബ്രഹ്മാവിന്റെ അച്ഛൻ പറഞ്ഞതാണെങ്കിലും ആര് പറഞ്ഞതാണെങ്കിലും എപ്പോൾ പറഞ്ഞതാണെങ്കിലും സത്യമാണെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മോവാ ബ്രഹ്മജോവാ കോവാ യോവാ, ആര് പറഞ്ഞാൽ എവിടെ വെച്ച് പറഞ്ഞാണെങ്കിലും സത്യം സത്യമിത്യേവ സത്യം, സത്യമാണെങ്കിൽ മാത്രം എടുത്താൽ മതി. നഖഗ്രന്ഥനേന സർവം കാഷ്ണായസം വിജ്ഞാതം കാഷ്ണായസമിത്യേവ സത്യം എന്ന് ചാന്തോക്യോപനിഷത്തിൽ പറയുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, നെയിൽ കട്ടർ, നഖഗ്രന്ഥനം എന്ന് വെച്ചാൽ നെയിൽ കട്ടർ. നെയിൽ കട്ടറെ കുറിച്ച് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, നെയിൽ കട്ടർ ഉണ്ടാക്കിയിരിക്കുന്ന ഇരുമ്പ് കൊണ്ടാണ്. അപ്പൊ ഇരുമ്പ് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ടെക്നോളജി അവർക്കറിയാമായിരുന്നു. ഇരുമ്പിന്റെ ഓഴ്സിനെ കുറിച്ച്, ധാതുക്കളെ കുറിച്ച് അറിയാമായിരുന്നു. ആ ഇരുമ്പ് ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു. ആ ഇരുമ്പിനെ 1350 ഡിഗ്രി ചൂടാക്കിയിട്ട് അതിനെ നെയിൽ കട്ടറാക്കി മാറ്റാനുള്ള ടെക്നോളജി അറിയാമായിരുന്നു. അതേപോലെ ആ ടെക്നോളജി ഉപയോഗിച്ച് നഖം വെട്ടാൻ ഉപയോഗിക്കാം എന്നുള്ള അറിവ് അവർക്കുണ്ടായിരുന്നു. അപ്പൊ ചിലപ്പോൾ ഒരൊറ്റ വാക്കാണ്, നഖഗ്രന്ഥനം എന്നൊരൊറ്റ വാക്കാണുള്ളതെങ്കിൽ അതിൽ നിന്ന് ബാക്കി നിങ്ങൾ ഊഹിച്ച് കണ്ടുപിടിച്ചോളണം എന്നാണ് വളരെ ഗംഭീരമായിട്ടുള്ള ലോജിക്കൽ പ്രയോഗം നടത്തിയിരിക്കുന്നത്. അപ്പൊ ഭാരതത്തില് ഈ കൽപ്പശാസ്ത്രത്തിൽ ഇത്രയും വിഷയങ്ങൾ, അതായത് നേരത്തെ പറഞ്ഞ പോലെ യാഗകർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ശ്രൗതസൂത്രങ്ങള്, ഗൃഹസ്ഥൻ അനുഷ്ഠിക്കാനുള്ള ഗൃഹ്യസൂത്രങ്ങള്, ഒരു രാജ്യം നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് നിയമാവലികൾ വിവരിക്കുന്ന ധർമ്മശാസ്ത്രം, അതേപോലെ തന്നെ മരണത്തിന് മുമ്പ്, മരണം നടക്കുമ്പോൾ, മരണത്തിന് ശേഷം നടക്കാനുള്ള പിതൃമേധ സൂത്രങ്ങള്,
പിന്നെ യാഗശാല മുതൽക്ക് വീട് മുതൽക്ക് വാസ്തുവിദ്യയുടെ അടിസ്ഥാന തത്വങ്ങൾ വരെ വിവരിക്കുന്ന, വാസ്തുവിദ്യ വിവരിക്കണില്ല, അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ വിവരിക്കുന്ന യാഗശാല, പത്നിശാല, യാഗകുണ്ടങ്ങള്, അതില് വൃത്താകൃതിയിൽ, വൃത്തത്തിനകത്ത് ട്രപ്പീസ്യം, ട്രപ്പീസ്യത്തിനകത്ത് ദീർഘചതുരസ്രം, റോംബസ്, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള യാഗശാലകളാണുള്ളത്. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന യാഗം മുതൽക്ക് 1000 ദിവസം നീണ്ടു നിൽക്കുന്ന യാഗം വരെ, സഹസ്രാഹം, ഈ യാഗങ്ങളെല്ലാം അനുഷ്ഠിക്കുന്ന യാഗശാല. ആ യാഗശാലയിലെല്ലാം വളരെ വ്യക്തമായ വേദിക് ജോമെട്രി ഉപയോഗിക്കുന്നുണ്ട്. വേദിക് മാത്തമാറ്റിക്സ് അല്ല, വേദിക് ജോമെട്രി ഉപയോഗിക്കുന്നുണ്ട്. ആ വേദിക് ജോമെട്രി നമ്മുടെ ശുൽബസൂത്രത്തിൽ വിവരിക്കുന്നുണ്ട്. പിന്നെ പ്രായശ്ചിത്ത വിധി. ഇത്രയും നമ്മൾ മനസ്സിലാക്കണം നിർബന്ധമായിട്ട്. എന്താ കാരണം എന്നറിയാമോ? ശരിക്കും ഞാൻ തമാശന് പറയാറുണ്ട്, ഭാരതീയ ഗ്രന്ഥങ്ങൾ, അതിലെ കൽപ്പശാസ്ത്രം, ഒരു കൽപ്പശാസ്ത്രം, ബൗദ്ധായന കൽപ്പശാസ്ത്രം അല്ലെങ്കിൽ കാത്യായന കൽപ്പശാസ്ത്രം, അത് മാത്രം എടുത്തു വെച്ചാൽ ഒരു കസേരയിൽ നമ്മൾ ഇരിക്കുന്ന അത്രയും പൊക്കം ഉണ്ടാവും. അത്രയും അധികം എഴുതിയിട്ടുള്ളതാണ് നമ്മുടെ. എന്താ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ എത്ര പെർഫെക്റ്റ് ആയിട്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾക്ക് കൽപ്പശാസ്ത്രം എഴുതാൻ സാധിക്കില്ല, ഇമ്പോസിബിളാണ്. ആരോ ഒരാൾ പറഞ്ഞ മാതിരി മഹാഭാരതം എഴുതിയ വേദവ്യാസനെ പോലെ ഇനിയൊരു മഹാഭാരതം ഉണ്ടാവില്ല. ബാക്കി പലതും ഉണ്ടാവുമായിരിക്കാം. നമ്മളുടെ രാഷ്ട്രീയ ഗ്രന്ഥങ്ങളോ ദേശീയ ഗ്രന്ഥങ്ങളോ ചരിത്ര പുസ്തകങ്ങളോ കവിതകളോ കവിതാ സമാഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. മഹാഭാരതത്തെ പോലൊരു ഗ്രന്ഥം സാധിക്കില്ല എന്ന് പറയുന്നത് പോലെ പറയാൻ സാധിക്കുന്ന വേറൊരു സെറ്റ് ഗ്രന്ഥമാണ് ക്വാണ്ടിറ്റേറ്റീവ്ലി, അളവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. കൽപ്പശാസ്ത്രത്തിന് തുല്യമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ല. അതാണ് കൽപ്പശാസ്ത്രത്തിന്റെ പ്രത്യേകത. ഇത് 5ാമത്തെ വേദാംഗം എന്ന് പറയാം. 6ാമത്തെ എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. ഓർഡർ അവനവനനുസരിച്ച് മാറ്റാൻ സാധിക്കും. ഇനി കൽപ്പശാസ്ത്രത്തിനകത്തുള്ള ഓരോ വിഷയങ്ങളുമാണ് അടുത്ത ദിവസങ്ങളിൽ വിവരിച്ച് അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ പ്രണാമം, നമസ്കാരം.